സുഹൃത്തുക്കളെ നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഒരു വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുമളിയിലെ ഒരു പ്രൈവറ്റ് ബസ് കണ്ടക്ടറായ രഞ്ജിനീഷ് എന്ന് പറയുന്ന 38 വയസ്സുകാരൻ ജീവനൊടുക്കിയ ഒരു സംഭവമാണ്. അതിപ്പോഴും സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ കത്തിപ്പടർന്നുകൊണ്ടിരിക്കുകയാണ്. വേറെ ഒന്നുമല്ല, അദ്ദേഹത്തിൻ്റെ വിവാഹം കഴിഞ്ഞിട്ട് 8 വർഷമാകുന്നു. 8 വർഷത്തിന് മുന്നേ, അതായത് വിവാഹം കഴിഞ്ഞ് ഒരു കുഞ്ഞിന് ജന്മം നൽകിയതിന് ശേഷമാണോ, അല്ലെങ്കിൽ അവർ ഗൾഫിൽ നിന്നും തിരിച്ച് നാട്ടിൽ ലീവിന് വന്നപ്പോഴാണോ വിവാഹം നടന്നതെന്ന് നമുക്കറിയില്ല. ഏതായാലും 8 വർഷം മുമ്പ് അവരുടെ വിവാഹം നടക്കുന്നു. ഒരു കുഞ്ഞിന് ജന്മം നൽകിയതിന് ശേഷം ആ ഒരു മുലകുട്ടി മാറാത്ത ആ കുഞ്ഞിനെ ഈ രജനീഷ് എന്ന് പറയുന്ന ആളുടെയും അവരുടെ അച്ഛൻ്റെയും അമ്മയുടെയും കൈകളിൽ ഏൽപ്പിച്ച് വീണ്ടും വിദേശത്തേക്ക് പോവുകയാണ്. നമ്മുടെ നാട്ടിലൊക്കെ എന്ന് പറഞ്ഞാൽ ഇഷ്ടംപോലെ സഹോദരിമാർ ഇതുപോലെ വിദേശത്തുണ്ട്. അതായത് വിദേശത്ത് നേഴ്സായിട്ട് ജോലി ചെയ്യുന്നവരുണ്ട്, മറ്റു പല കമ്പനികളിൽ ജോലി ചെയ്യുന്നവരുണ്ട്. അവരുടെയൊക്കെ കുഞ്ഞുങ്ങളെ നോക്കുന്നത് നാട്ടിലുള്ള മാതാപിതാക്കളും ചിലപ്പോഴും എന്ന് പറഞ്ഞാൽ ഭർത്താവുമായിരിക്കാം. കാരണം ഭർത്താവിന് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ജോലി കിട്ടാത്ത സാഹചര്യം ഉണ്ടാക്കാം. അതുകൊണ്ട് തന്നെ ഭാര്യ 2 വർഷമോ 1 വർഷമോ കഴിയുമ്പോൾ ലീവിന് വരികയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെയാണ് ഈ രഞ്ജിനീഷിൻ്റെ ഭാര്യയും. ആ കല്യാണമൊക്കെ കഴിഞ്ഞതിന് ശേഷം അവർ നേരെ ഗൾഫിൽ പോയി. പക്ഷേ അവർക്ക് അവിടെ ഒരു ബന്ധം ഉണ്ടായിരുന്നു. അത് ഈ പാവം പയ്യൻ അറിഞ്ഞില്ല. അത് അവൻ അറിയുമ്പോഴേക്കെന്ന് പറഞ്ഞാൽ ഒരുപാട് വൈകിയിരുന്നു. അതായത് ഇവിടെയൊന്ന് അവിടെയൊന്ന്. ചില ആൾക്കാർക്ക് അങ്ങനെയാണല്ലോ, പല ആൾക്കാരും അങ്ങനെയുണ്ട്. എന്താണെന്ന് വെച്ചാൽ അവിടെ അറിയാത്തൊരു ബന്ധമുണ്ട്. ആണായാലും പെണ്ണായാലും ഗൾഫിൽ ശ്രീലങ്കയും ഇവരെയൊക്കെ പിടിച്ച് അവിടെ ഒരു കുടുംബം നടത്തുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അങ്ങനെയുള്ള കുറേ സ്ത്രീകൾ നമ്മുടെ നാട്ടിലുണ്ട്. അതുകൊണ്ട് അവർക്കെല്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വലിയൊരു നമസ്കാരം പറയുകയാണ്. അതുപോലെ തന്നെയാണ് ഈ ഒരു ചെറുപ്പക്കാരൻ്റെ ഭാര്യയും. അവർക്ക് അവിടെ ഒരു മലയാളിയുമായിട്ട് ഒരു ബന്ധമുണ്ടായിരുന്നു. ഇത് ഈ പയ്യൻ അറിയുന്നത് ഇവൻ്റെ കൂട്ടുകാരിലൂടെയാണ്. എടാ, നിന്റെ ഭാര്യ അവിടെ ഒറ്റയ്ക്കല്ല താമസിക്കുന്നത്, മറ്റുള്ളവൻ്റെ കൂടെയൊക്കെ പോകാറുണ്ട്. ഇതൊക്കെ അറിഞ്ഞു ഇവൻ ചോദ്യം ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ആദ്യം ഒന്നും സമ്മതിച്ചിട്ടില്ല. പിന്നീട് എന്ന് പറഞ്ഞാൽ സമ്മതിച്ചു. അവിടെ ഒരു റിലേഷൻ ഉണ്ട്. അവർ തമ്മിൽ ഒരുമിച്ചാണ് താമസിക്കുന്നത്. പാവം ഭർത്താവ് ഇവിടെ കുഞ്ഞിനെയും നോക്കി അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ കഷ്ടപ്പാടോടുകൂടി ജീവിക്കുന്നത്. ഈ സ്ത്രീ ആണെങ്കിൽ അവിടെ മറ്റു പല ഈ അഭ്യാസങ്ങളും കാണിച്ച് വേറൊരുത്തൻ്റെ കൂടെ ജീവിക്കുന്നത്. അതുമാത്രവുമല്ല, അത് കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ 8 വർഷമായി. 8 വർഷമായപ്പോൾ അവർ കുഞ്ഞിൻ്റെ അധികാരം എനിക്ക് വേണം എന്ന് പറഞ്ഞിട്ട് വരികയാണ്. അങ്ങനെ ആ വിധിയും കാര്യങ്ങളൊക്കെ സമ്പാദിച്ച് അവർ ആ കുഞ്ഞിനെയും കൊണ്ട് പോകുന്നു. ആ 8 വർഷം വരെ നോക്കി അച്ഛന് യാതൊരു വിധത്തിലുള്ള ആനുകൂല്യവും കാര്യങ്ങളൊന്നും കിട്ടിയില്ല. ആ കുഞ്ഞിനെ അവർ കൊണ്ടുപോവുകയും ചെയ്തു. അതിനുശേഷം ഇയാൾ വല്ലാത്ത പിടിച്ച ഒരു മാനസിക അവസ്ഥയിലായിരുന്നു. അതുമാത്രമല്ല, കുഞ്ഞു പോയതിൻ്റെ ദുഃഖത്തിലാണ് മരിച്ചത് എന്നൊക്കെയാണ് ഇപ്പോഴും പറയുന്നത്. പക്ഷേ ചില ആൾക്കാർ പറയുന്നത് കമൻറ്റിലൊക്കെ വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അമ്മയ്ക്കും ഇദ്ദേഹത്തിൻ്റെ മൊബൈലിലൊക്കെ, അമ്മയുടെ മൊബൈലും ഇദ്ദേഹത്തിൻ്റെ മൊബൈലിലൊക്കെ കുറച്ച് സന്ദേശങ്ങളും അതുപോലെ തന്നെ വീഡിയോസും ഫോട്ടോസും ഒക്കെ വന്നിരുന്നോ എന്നുള്ള ഒരു സംശയം ചില ആൾക്കാർ പ്രകടിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇതൊരിക്കലും എന്ന് പറഞ്ഞാൽ ജീവൻ ഒടുക്കിയതല്ല. ചിലപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഫോട്ടോയിലും വീഡിയോയിലും എന്തെങ്കിലും ഒരു കാരണമുണ്ടായിരിക്കാം. അതായത് കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ലിവിങ് റിലേഷനുള്ള ആളുമായിട്ടുള്ള എന്തെങ്കിലും ഒരു ബന്ധമോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു കാര്യമാണോ, ഇനി ഏതെങ്കിലും തരത്തിൽ ഇദ്ദേഹത്തിൻ്റെ മനസ്സിനെ വല്ലാത്ത പിടിച്ചുലച്ച എന്തോ ഒരു സംഭവം അതിൻ്റെ അകത്ത് നടന്നിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു മെസ്സേജോ വോയിസോ എന്തോ വന്നതിന് ശേഷം ഇയാൾ പുറത്തിറങ്ങിയിട്ടില്ല എന്നാണ് പറയുന്നത്. ആരോടും മിണ്ടാട്ടമില്ല, പുറത്തിറങ്ങിയിട്ടില്ല. അതായത് കുഞ്ഞിനെ കൊണ്ടുപോയത് കൊണ്ട് മാത്രമല്ല, ഈ ഒരു മരണം ഇതിൻ്റെ ഇടയിൽ എന്തോ ഒന്ന് സംഭവിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇവറ്റകളെ 2 എണ്ണത്തിനെയും പിടികൂടി ജയിലിലടക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഈ ചെറുപ്പക്കാരനെ മരണത്തിലേക്ക് തള്ളിവിടാൻ കാരണക്കാരിയായ ആ ഒരു പൂതനയെയും അതിൻ്റെ ഭർത്താവ് എന്ന് പറയുന്ന അല്ലെങ്കിൽ പിന്നെ ആൺ സുഹൃത്ത് എന്ന് പറയുന്ന പങ്കാളി, ജീവിത പങ്കാളി, ആൺ സുഹൃത്ത് എന്നൊക്കെയാണ് ഇവരുടെ പേര്. ഇങ്ങനെയുള്ള ഇവരെ 2 എണ്ണത്തിനെയും എന്ന് പറഞ്ഞാൽ തുറുങ്കിലടക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ആ ചെറുപ്പക്കാരൻ്റെ മരണം കഴിഞ്ഞു. അതിനുശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ക്രിയകൾ, അതായത് കർമ്മവും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ആ കുട്ടിയെ കിട്ടാൻ വേണ്ടിയിട്ട് വീണ്ടും കേസുമായി പോയി. ഏതായാലും ആ കുട്ടിയെ കൊണ്ടുവന്നതിന് ശേഷം കർമ്മവും കാര്യങ്ങളൊക്കെ കഴിച്ചു എന്നാണ് പറയുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കരുത്. അതായത് 8 വർഷം ആ അച്ഛൻ പൊന്നുപോലെ നോക്കിയ മോനാണ്. അവനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് ഏതോ ഒരു ടീയുമായിട്ട്, ഏതോ ഒരു തെണ്ടി ആയിട്ട് ജീവിക്കുന്ന ഒരുത്തിയുടെ കൂടെ പറഞ്ഞു വിട്ട് അതിനെ അവസാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ആ ചെറുപ്പക്കാരൻ്റെ ജീവിതവും പോയി. അവിടെ എന്തോ ഒരു വലിയ സംഭവം സംഭവിച്ചിട്ടുണ്ട്, ഇല്ലെങ്കിൽ വലിയ ഭീഷണി സംഭവിച്ചിട്ടുണ്ട്. ചിലപ്പോഴെന്ന് പറഞ്ഞാൽ നിന്നെയും നിൻ്റെ അമ്മയെയും ജയിലിലാക്കണ്ട, ഇതെൻ്റെ കയ്യിലുണ്ടടാ എന്നുള്ള എന്തെങ്കിലും സംഭവം ഉണ്ടാകാം. അതൊക്കെ ചിലപ്പോഴെന്ന് പറഞ്ഞാൽ ഭീഷണിയായിട്ട്, അല്ലെങ്കിൽ ഫോട്ടോ വേറെ എന്തെങ്കിലും തരത്തിൽ ഇവർ 2 പേരുമുള്ള എന്തെങ്കിലും തരത്തിലുള്ള ഫോട്ടോസ് നീ കണ്ടുപഠിക്കേ, കല്യാണത്തിന് മുമ്പേ ഇവളും ഞാനുമായിട്ട് ഇങ്ങനെയായിരുന്നു എന്നുള്ള തരത്തിലുള്ള ഫോട്ടോസുകൾ അവനാന്ന് വിട്ടത് എന്ന് പറയുന്നുണ്ട് കേട്ടോ ഇവളെ പങ്കാളി.
പങ്കാളിയാണ് വിട്ടത് എന്ന് പറയുന്നുണ്ട് ഈ വീഡിയോസൊക്കെ. അപ്പം അങ്ങനെ എന്തോ ഒരു സംഭവം ഇതിൻ്റെ ഇടയിൽ നടന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇതിവിടെ വെച്ചിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും പറയുന്ന പോലെ ഇതൊരു പിന്നെ എന്താ പറയേണ്ടത്, ആ കുഞ്ഞ് പോയതിൻ്റെ സങ്കടം അല്ലെങ്കിൽ ആ കുഞ്ഞില്ലാത്തതിൻ്റെ സങ്കടം, ഇതൊന്നുമല്ല. ഇതിൻ്റെ ഇടയിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം നടന്നിട്ടുണ്ട്, അത് കണ്ടുപിടിക്കുക തന്നെ വേണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അങ്ങനെയൊന്നും നടന്നിട്ടുണ്ടെങ്കിൽ, അതായത് അവരുടെ അമ്മയുടെ മൊബൈലോ അല്ലെങ്കിൽ അയാളുടെ മൊബൈലിലോ എന്തെങ്കിലും തരത്തിലുള്ള സന്ദേശമോ വീഡിയോയോ വന്നിട്ടുണ്ടെങ്കിൽ അതൊരു വലിയ ഗുരുതരമായ ഒരു സംഭവം തന്നെ ആയിരിക്കാം. അത് സഹിക്കാൻ ഈ ചെറുപ്പക്കാരന് കഴിഞ്ഞിട്ടുണ്ടാവില്ല. അതുകൊണ്ടായിരിക്കുമല്ലോ അവൻ മരിച്ചത്. അതുമാത്രവുമല്ല, ഇതിനു മുന്നേ തന്നെ എന്ന് പറഞ്ഞാൽ വിവാഹമോചനം കഴിഞ്ഞു എന്നും പറയുന്നുണ്ട്. അപ്പോൾ ഇവൾക്ക് ചിലപ്പോൾ കുട്ടിയെ കിട്ടിയിരിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇവൾ നിയമപ്രകാരം ചിലപ്പോൾ അവിടെ വിവാഹം കഴിഞ്ഞിട്ടുണ്ടാവില്ല. അതായത് ആ ചെറുപ്പക്കാരന് ചിലപ്പോൾ ഭാര്യയും മക്കളൊക്കെ ഉണ്ടാകും. ഇതൊരു സെറ്റപ്പായിരിക്കും. പല ആൾക്കാർക്കും അങ്ങനെയാണ്. അതായത് ഗൾഫിലൊരു സെറ്റപ്പാണ്, പല ആൾക്കാരുണ്ട്. അതായത് ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയേണ്ടത്, ഇവിടുന്ന് വലിയ ഭർത്താവ് സ്നേഹവും മറ്റൊക്കെ ആകും, അതുപോലെ തന്നെ ഭാര്യ സ്നേഹവും ഒക്കെ ആകും. അവിടെ എത്തിക്കഴിഞ്ഞാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എന്താ പറയുക, ചില സ്ത്രീകളും അങ്ങനെയുണ്ട്, ചില പുരുഷന്മാരും അങ്ങനെയുണ്ട്. അതായത് മറ്റു പല രാജ്യക്കാരുടെ കൂടെയും താമസിക്കുന്നവരുണ്ട്, മറ്റു പല രാജ്യക്കാരുടെ കൂടെ അടിച്ചുപൊളിച്ച് താമസിക്കുന്നവരുണ്ട്. അവർക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ പൈസയും പിന്നെ കുറേ സുഖവും ഇത് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നും വേണ്ട. അപ്പം അങ്ങനെയുള്ള ഒരുപാടെണ്ണം ഉണ്ട്. അതിലെല്ലാവരും ഞാൻ കുറ്റം പറയുന്നില്ല, എല്ലാവരും ഒന്നും അത്ര ഇപ്പം ഒന്നല്ല. ചിലത് ഞാൻ പറഞ്ഞല്ലോ, എല്ലാത്തിലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില പുഴുക്കുത്തുകൾ ഉണ്ടാവുമല്ലോ, അത് ആണിലും പെണ്ണിലും ഒക്കെ ഉണ്ട്. അപ്പം അങ്ങനെയുള്ള ഏതൊരു വർഗ്ഗമാണ് ഈറ്റുങ്ങൾ. ഏതായാലും ആ ചെറുപ്പക്കാരൻ അയാളുടെ ജീവിതമാണ് പോയതെന്നേ ഞാൻ പറയുള്ളൂ. പിന്നെ വേറൊരു കാര്യം, നമ്മുടെ നാട്ടിൽ ഇതുപോലെയുള്ള സംഭവങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അതായത് നമ്മളെല്ലാവരും നോക്കുമ്പോഴെന്താണ്, അയ്യോ പിന്നെ അവനും ഭാര്യയും തമ്മിൽ പ്രശ്നമാണ്, അല്ലെങ്കിൽ അവളും അവനും തമ്മിൽ ഒക്കത്തില്ല, ഇങ്ങനെയൊക്കെയല്ലേ നമ്മൾ കേൾക്കുക. പക്ഷേ ഇതിൻ്റെ പുറകിൽ അന്വേഷിച്ച് പോയി കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ ഇതുപോലെയുള്ള പല സംഭവങ്ങളും നമുക്ക് കാണാം. പല ഭർത്താക്കന്മാരും ഇത് തുറന്നു പറയാതെ, പല ഭാര്യമാരും ഇത് തുറന്നു പറയാൻ കഴിയാതെ അങ്ങനെ നീറി ജീവിക്കുന്നവരുണ്ട്. നമ്മൾ നോക്കുമ്പോൾ വലിയ വീടാണ്, അതുപോലെ തന്നെ ഇഷ്ടംപോലെ പണമുണ്ട്, എല്ലാ AC റൂമാണ്, കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. പിന്നെ ഭർത്താവ് ഗൾഫിലാണ് അല്ലെങ്കിൽ ഭാര്യ ഗൾഫിലാണ്. പക്ഷേ അവിടെ പോയിട്ട് നോക്കിക്കഴിഞ്ഞാൽ അവരുടെ ജീവിതം എന്ന് പറഞ്ഞാൽ വേറെ പലതിലും ആയിരിക്കും. അതൊക്കെ ഭർത്താവിന് ചിലപ്പോൾ അറിയാൻ കഴിയും. ഭർത്താവിനെ അങ്ങനെ അടിമയായിട്ട് വെക്കുന്ന അല്ലെങ്കിൽ ഭാര്യയെ അടിമയായിട്ട് വെക്കുന്ന ചില ടീമുകളുണ്ട്. രണ്ടിലും ഉണ്ട്. ഞാൻ ഒന്ന് മാത്രമല്ല പറയുന്നത്, ഒരു സ്ത്രീയെ മാത്രമല്ല കുറ്റം പറയുന്നത്. അതായത് ചില പുരുഷന്മാരും അതേപോലെ തന്നെയാണ്. ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദുബായിലെല്ലാം പോയി കഴിഞ്ഞാൽ, അജ്മാനിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയുമായിരുന്നു. ഞാനൊരു പ്രാവശ്യം പോയപ്പോൾ 2-3 അതിനെ കണ്ടു. അതായത് വർഷങ്ങളായിട്ട് നാട്ടിലൊന്നും പോകുന്നില്ല, വേറെ ഏതോ രാജ്യക്കാരായ ഏതൊരു സെറ്റപ്പിനെയും കൊണ്ട് നിൽക്കുന്ന ആൾക്കാരൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. ഞാൻ അജ്മാന്ന് പേരെടുത്ത് പറയുന്നത് എന്തുകൊണ്ട് വെച്ചാൽ എനിക്കതേ പരിചയമുള്ളൂ കേട്ടോ, അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ, അല്ലാതെ വേറെയൊന്നും അല്ലായിരുന്നു. അപ്പം ഇങ്ങനെ കുറേ ടീമുകൾ ഇതുപോലെയുള്ള, അതായത് നാട്ടിലൊരു ഭർത്താവ്, വിദേശത്തൊരു ഭർത്താവ്, വിദേശത്തെ കറങ്ങിയടിക്കാൻ വേണ്ടിയിട്ടൊരു കൂട്ടർ. അപ്പോൾ ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു നാട്ടുകാരൻ കണ്ടു കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല. അവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാന്യമായിട്ട് വന്നിട്ട് ഭർത്താവിനെ പറ്റിച്ചിട്ട് പോകും എന്നുള്ളതാണ്. അതുപോലെയുള്ള ഒരു സ്ത്രീ തന്നെയാണ് ഈ രഞ്ജിനേഷ് എന്ന് പറയുന്നവൻ്റെ ഭാര്യയും. ഏതായാലും അത് അവൻ ഇന്നലെ, അതായത് അവൻ്റെ ചടങ്ങും കാര്യങ്ങളൊക്കെ നടത്താൻ വേണ്ടിയിട്ട് ആ കുഞ്ഞിനെ വിട്ടുകിട്ടി എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഏതായാലും അതിൽ കുറച്ച് സന്തോഷവും സമാധാനവും ഉണ്ട്. കാരണം എന്താ വെച്ചാൽ ചടങ്ങിനെങ്കിലും ആ കുഞ്ഞിനെ കൊണ്ടുവന്നല്ലോ. നമ്മളാരും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതൊന്നും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, മാറാനൊന്നും പോകുന്നില്ല ഇതൊന്നും. ഇനിയിപ്പം നമ്മൾ അതിൻ്റെ പുറകെയൊന്നും പോയിട്ട് കാര്യമില്ല. ഇതൊന്നും മാറാൻ പോകുന്നില്ല. നമ്മളിങ്ങനെ കുറേ പറയാമെന്നല്ലാതെ എന്ത് ചെയ്യാനാണ്. ഒരു ചെറുപ്പക്കാരൻ, അയാൾ ഇന്ന് ഭൂമിയിലില്ലാതെ എത്രയേ ഉള്ളൂ. നന്ദി, നമസ്കാരം.